ിലേക്ക് വീണ്ടും സ്വാഗതം. നിസ്സംശയം പറയാം, ഈ ലോകകപ്പിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു മത്സരമായിരുന്നു അത്. യൂറോപ്പിലെ രണ്ട് വമ്പൻ ടീമുകൾ തമ്മിലുള്ള മത്സരം. പോർച്ചുഗലും ക്രൊയേഷ്യയും, രണ്ട് ഇതിഹാസങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നു അത്. ലൂക്കോ മോഡ്രിച്ചും ക്രിസ്ത്യാനോ റൊണാൾഡോയും. മത്സരത്തിന് ആവശ്യമായ എല്ലാവിധ ചേരുവകളും അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഹൈ ടെൻഷൻ ഡ്രാമ, ഹൈ ഇൻറ്റൻസിറ്റി, അതായത് ഇരുവശത്തേക്കും കയറിയിറങ്ങിയിട്ടുള്ള ആക്രമണങ്ങൾ, ഗോളുകൾ, സേവുകൾ, ഷോട്ടുകൾ എല്ലാം ഒത്തിണങ്ങിയ ഒരു മികച്ച സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ഇന്ന് രാവിലത്തെ കളി നമുക്ക് തന്നത്. ഇങ്ങനെ ഒരു കളി സമ്മാനിച്ചതിന് പോർച്ചുഗലിനും ക്രൊയേഷ്യക്കും നമുക്ക് നന്ദി പറയാം. കാരണം ഫുട്ബോളിൽ ഇത്തരം മത്സരങ്ങൾ നമുക്ക് അപൂർവമായിട്ടേ കിട്ടാറുള്ളൂ. പോർച്ചുഗൽ ഇന്ന് വരെ നേരിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച എതിരാളികൾ തന്നെയായിരുന്നു ക്രൊയേഷ്യ. ക്രൊയേഷ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലൂക്ക മോഡ്രിച്ചിൻ്റെ ക്രൊയേഷ്യ എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ പോർച്ചുഗൽ ചില മികച്ച നീക്കങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അത് ഗോളായില്ല എന്നുള്ളതാണ് പ്രത്യേകത. റാഫേൽ ലിയാവിൻ്റെ ഷോട്ട് ബാറിൽ തട്ടി മടങ്ങി വന്നതും ജാവോ കാൻസലോവിൻ്റെ ഷോട്ട് റൊണാൾഡോക്ക് തൊടാൻ കഴിയാതെ പോയതും ഒക്കെ അവിടെ സംഭവിച്ച മിസ്റ്റേക്കുകളായിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ കളി മാറുകയായിരുന്നു. 53-ാം മിനിറ്റിൽ പെരിസിച്ചിൻ്റെ ഒരു മനോഹരമായ ഗോൾ. ആരാലും മാർക്ക് ചെയ്യാതെ കിടന്നിരുന്ന പെരിസിച്ച് മനോഹരമായിട്ട് തന്നെ അത് നമ്മുടെ ഡിയാഗോ കോസ്റ്റയെ കടന്നുകൊണ്ട് പോർച്ചുഗൽ ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റി. അതോടുകൂടി കളി മാറുകയായിരുന്നു. അതായത് ധീരമായ തീരുമാനങ്ങൾ എടുക്കുന്നവർ ഏത് കാര്യത്തിലായാലും വിജയിക്കുമെന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അവിടെ പോർച്ചുഗീസ് കോച്ച് മാർട്ടിനസിൻ്റെ തീരുമാനങ്ങൾ വന്നത്. അതായത് 4 സബ്സ്റ്റിറ്റ്യൂട്ടുകൾ. ആ 4 സബ്സ്റ്റിറ്റ്യൂട്ടുകളിലൂടെ അദ്ദേഹം കളിയുടെ ഗതിയെ മാറ്റിമറിച്ചു. അതായത് ബ്രൂണോ ഫെർണാണ്ടസ്, വിറ്റീഞ്ഞ, ജാവോ കാൻസലോ തുടങ്ങിയവരെ അദ്ദേഹം പിൻവലിച്ചു. പകരം റാമോസിനെയും അതായത് ഗോൺസാല റാമോസിനെയും ഒക്കെ കളത്തിലേക്ക് ഇറക്കി വിട്ടു. എന്താണ് ഒരു ബെഞ്ചിൻ്റെ സ്ട്രെങ്ത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു തീരുമാനമായിരുന്നു. ഗോൾ വീണതോട് കൂടിയിട്ട് റൊണാൾഡോവിൻ്റെ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അതായത് പണ്ടത്തെ റൊണാൾഡോനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം ഓടി ആ ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചു എങ്കിലും അതൊരു ഓഫ് സൈഡായിരുന്നു. പിന്നീട് പോർച്ചുഗലിന് ലഭിച്ച റെനാറ്റോ വേഗയെ ബോക്സിൽ വീഴ്ത്തിയതിന് ലഭിച്ച